ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ഭാഗ്യോ ലോക്കി എന്ന ബംഗാളി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്കൊട്ടും സമയങ്ങളെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ഭർത്താവിനെയും ഭാര്യയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു സ്ഥലത്ത് കുഴിയെടുക്കുകയാണ്. ഒരു ബോഡി കുഴിച്ചിടാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ അവരൊരു സ്യൂട്ട് കേസ് അതിലേക്ക് തള്ളുന്നു. ആ സ്യൂട്ട് കേസിലാണ് ബോഡി ഉള്ളത്. ആരുടെ ബോഡിയാണെന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. അവിടെ വെച്ച് ആ സീൻ കട്ട് ചെയ്ത് തുടക്കം മുതൽ നടന്ന കാര്യങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. ഇവരാണ് സിനിമയിലെ നായിക. ഇവളുടെ പേര് കാവേരി എന്നാണ്. ഭർത്താവിൻ്റെ പേര് സത്യ. യഥാർത്ഥത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം അത്ര സ്മൂത്ത് അല്ല. ഭർത്താവിൻ്റെ വരുമാനം കുറവാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇന്ന് പോലും ഭാര്യ എഗ് റോസ്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോഴും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഭർത്താവ് ചോദിക്കുന്നുണ്ട്. ഇതിനെ ചൊല്ലി രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വഴക്കിടുന്നു. ഭർത്താവ് വലിയ വരുമാനമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന രീതിയിൽ കുത്തി പറഞ്ഞുകൊണ്ട് ഭാര്യ സംസാരിക്കുന്നു. നിന്നോടൊക്കെ മനുഷ്യൻ സംസാരിക്കോ, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഭർത്താവിൻ്റെ പേര് സത്യ എന്നാണെന്ന് പറഞ്ഞല്ലോ. ഇയാൾ ഒരു പത്ര ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ സത്യ എഡിറ്ററെ കണ്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മന്ത്രി ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് മയക്കുമരുന്ന് വിൽപ്പന, ഹവാല ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ഇദ്ദേഹം ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ എഡിറ്റർ പറയുന്നത് ആ മന്ത്രിക്കെതിരെ വാർത്തകളൊന്നും പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ആ മന്ത്രി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് സാർ ഇങ്ങനെ പറയുന്നത്? ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് സാർ. പുറം ലോകത്തെ ഇത് അറിയിക്കണം എന്നൊക്കെ സത്യ പറയുന്നുണ്ട്. ഇല്ലില്ല, അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് എഡിറ്റർ തറപ്പിച്ച് പറയുന്നു. എന്താണ് എഡിറ്റർ ഇങ്ങനെ പറയുന്നത്? ശരി, പിന്നെ സംസാരിച്ച് മനസ്സ് മാറ്റാമെന്ന് കരുതി അയാളും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇപ്പോൾ ഒരു ലോറിയിൽ ചരക്ക് കടത്തുന്നത് വിക്രം എന്നൊരു ഓഫീസർ അറിയുന്നുണ്ട്. വിക്രം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ലോറി പഞ്ചറാക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു. ആ ലോറി ഓടിച്ചു വന്ന ആളെ പിടികൂടുകയും ചെയ്യുന്നു. അയാളെ സംബന്ധിച്ച് മന്ത്രിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. മന്ത്രിക്ക് വേണ്ടി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിക്രം പിടികൂടിയത്. ഇവൻ വലിയൊരു തുക കൊണ്ടുവരുന്നുണ്ടെന്നാണ് വിവരം ലഭിച്ചത്. എന്നാൽ വളരെ കുറഞ്ഞ തുകയാണ് കിട്ടിയത്. ബാക്കി 10 കോടി വേറൊരു സ്യൂട്ട് കേസിൽ ഉണ്ടായിരിക്കണം. ആ സ്യൂട്ട് കേസ് എവിടെ എന്ന് അദ്ദേഹം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. സാർ, ഇത്രയേ ഉള്ളൂ എന്ന് അവനും പറയുന്നുണ്ട്. മര്യാദക്ക് സത്യം പറ, നിന്റെ കൂടെ വേറൊരാളും വന്നിരുന്നു, അവൻ ഇറങ്ങി ഓടി, അതല്ലേ സംഭവിച്ചത് എന്ന് വിക്രം ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അതുപോലെ മന്ത്രിക്ക് താഴെ റാണ എന്നൊരാളുണ്ട്. ആ റാണ പറഞ്ഞിട്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. ആ റാണയെക്കുറിച്ച് പറയാൻ ഓഫീസർ ആവശ്യപ്പെടുകയാണ്. എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്ന് അവൻ വീണ്ടും പറയുന്നു. വിക്രം ടോർച്ചർ ചെയ്തെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരാനായി അവനെ മർദ്ദിക്കുന്നു. ഇപ്പോൾ വിക്രം തന്റെ മേലുദ്യോഗസ്ഥനോട് സംസാരിക്കാൻ വരികയാണ്. വിവരങ്ങളെല്ലാം മേലുദ്യോഗസ്ഥനെ ധരിപ്പിക്കുന്നു. മന്ത്രി റാണ എന്ന ആളെ വെച്ച് പല നിയമവിരുദ്ധമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണം, മന്ത്രിയെ പൂട്ടണം എന്നതിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന സീനിയർ ഓഫീസർ പറയുന്നു, നീ പുതുതായി വന്നതുകൊണ്ടാണ് ഇത്ര ആവേശത്തിൽ പ്രവർത്തിക്കുന്നത്. നിനക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചിന്തിക്ക്. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. അങ്ങനെയൊന്നും എനിക്ക് ഇരിക്കാൻ കഴിയില്ല സാർ എന്ന് വിക്രം പറയാണ്. സ്റ്റേഷനിലെ പലരും റാണയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അതൊക്കെ ആരാണെന്ന് ഞാൻ ഉടനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നായകനും ഭാര്യയും ചേർന്ന് ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. നായകന്റെ സുഹൃത്ത് തന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. 4 പേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ആ സുഹൃത്ത് ഇപ്പോൾ അയാൾ വലിയൊരു പണക്കാരനായി മാറി. ഷോ കാണിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നീ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണോ എന്ന് ചോദിച്ച് നായകനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നായകൻ അല്പം അപ്സെറ്റാണ്. സുഹൃത്ത് അഹങ്കാരത്തോടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ നായകനെ താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നായകന്റെ ഭാര്യയ്ക്കും വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്. അയാളൊക്കെ നല്ല നിലയിലായി, എന്റെ ഭർത്താവ് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ എന്നോർത്ത് അവൾക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. നായകൻ മന്ത്രിക്കെതിരെ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് പുറത്തുവിട്ടാൽ നമുക്കും അടുത്ത നിലയിലേക്ക് ഉയരാം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. സുഹൃത്ത് ഷോ കാണിക്കുന്നത് കേൾക്കുമ്പോൾ നായകനും ഉള്ളിൽ വിഷമമുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇവർ ടാക്സിയിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പൈസ കൊടുക്കാൻ ഭാര്യ പറയുന്നു. ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നു. എന്നാൽ ടാക്സി ഡ്രൈവർക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല എന്ന് തിരിച്ചു പറയാണ്. പൈസ ഉണ്ടോയെന്ന് നോക്കാൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ പെറുപുറത്തുകൊണ്ട് പൈസ തപ്പുകയാണ്. അപ്പോഴാണ് എതിരെ ഒരു കാർ വരുന്നത്. ആ കാറിൽ നിന്നും ഒരു നടി ഇറങ്ങുകയാണ്. അവരുടെ പേര് രമ്യ എന്നാണ്. അവർ ഭാഗ്യോഗ്യ എന്നൊരു സീരിയലിലാണ് അഭിനയിക്കുന്നത്. നിങ്ങൾ ആ സീരിയലിൽ അഭിനയിക്കുന്ന നടിയല്ലേ എന്ന് ഇവർ ചോദിക്കുകയാണ്. ഇവർക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ നടി ടാക്സിക്കുള്ള കാശ് കൊടുക്കുന്നു. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണെന്ന് കാവേരി പറയുന്നു. ആ നടി ഇവർ 2 പേർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. നമ്മുടെ നായകൻ അവരോട് ഇത്തിരി ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഭാര്യയ്ക്ക് കടുത്ത ദേഷ്യം വരാണ്. നിങ്ങൾ എന്നോട് പോലും ഇങ്ങനെ ചേർന്ന് നിന്നിട്ടില്ല, അവളുടെ കൂടെ പോയി ഉരಸಿ നിൽക്കുകയാണ്, അവളെ നോക്കി നിങ്ങൾ വെള്ളം ഇറക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഭാര്യ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നു. അങ്ങനെയൊന്നുമില്ല എന്ന് സത്യം പറയുന്നുണ്ട്.
ഇവർ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് അവിടെയുള്ള ഒരു പ്രായമായ ആൾക്ക് ശല്യമാവുന്നു. അദ്ദേഹം പൊതുസ്ഥലത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഈ ശല്യം കാരണം ദേഷ്യത്തോടെ ഇവരുടെ അടുത്തേക്ക് വരുന്നു. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണോ? സമാധാനമായ ഒരാൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇനി ഇത് ആവർത്തിച്ചാൽ അസോസിയേഷനിൽ പരാതിപ്പെടും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ശരി ശരി, ഇനി വഴക്കിടില്ല എന്ന് പറഞ്ഞ് അവർ ആ മുതിർന്ന മനുഷ്യനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ശരിക്കും ഇവർക്കിടയിൽ ശാരീരികമായ അടുപ്പമൊന്നുമില്ല. രണ്ടുപേരും അകന്നകന്നാണ് കിടന്നുറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ ഭാര്യ എപ്പോഴത്തെയും പോലെ ആ എഗ് റോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇയാൾക്ക് കടുത്ത ദേഷ്യം വരാണ്. രാത്രി നിങ്ങൾ കാണിച്ചതിന് ഇതൊക്കെ കഴിച്ചാൽ മതി എന്ന് ഭാര്യ പറയുന്നു. എങ്ങനെയെങ്കിലും എഡിറ്ററെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണം എന്ന് ചിന്തിച്ച് അദ്ദേഹം നേരെ എഡിറ്ററെ കാണാൻ പോവുകയാണ്. സർ, ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമല്ലോ എന്നയാൾ ചോദിക്കുന്നു. എഡിറ്റർ ഇപ്പോഴും കഴിയില്ല എന്ന് തന്നെ പറയുന്നു. ശരി, ഇതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞാൻ ഈ ജോലി തന്നെ ഉപേക്ഷിച്ചു പോകും എന്ന് സത്യ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ അയാളത് പ്രസിദ്ധീകരിക്കാമെന്ന് പറയുന്നു കരുതിയിട്ടാണ് ഈ ഭീഷണി മുഴക്കിയത്. എന്നാൽ ഓഫീസിൽ നിന്ന് ഓരോരുത്തരെയായി പിരിച്ചുവിടാൻ നേരത്തെ തന്നെ നിർദ്ദേശമുണ്ട്. അതിനാൽ നീയായിട്ട് പോവാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് എഡിറ്റർ മറുപടി നൽകി. ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന് കരുതി നായകൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് ജോലി പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് അയാൾ ഒരു ബാറിലിരുന്ന് മദ്യപിക്കുകയാണ്. സങ്കടത്തിൽ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു സുഹൃത്ത് അവിടേക്ക് വരുന്നു. സുഹൃത്തിന്റെ പേര് അശോക്. ഇവർ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. എടാ, എങ്ങനെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ അശോക് ചോദിക്കുന്നുണ്ട്. ഞാനെപ്പോഴും പഴയതുപോലെ തന്നെയാടാ, ഒരു പുരോഗതിയും ഇല്ല എന്ന് സത്യ നിരാശയോട് പറയുന്നു. തന്റെ ജോലി പോയ കാര്യങ്ങളൊക്കെ അവൻ സുഹൃത്തുമായി പങ്കുവയ്ക്കുകയാണ്. സുഹൃത്ത് ആംസ്റ്റർഡാമിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. രാത്രി എവിടെയെങ്കിലും താമസിച്ച് രാവിലെ പോകണം എന്നൊക്കെ അവൻ പറയുന്നു. നായകൻ വെറുതെ ഒരു വാക്കിന് എന്റെ വീട്ടിൽ താമസിച്ചോ എന്ന് പറയുന്നു. ഭാര്യ അറിഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന് അവൻ അറിയാം. എന്നാലും ഒരു സൽക്കാരത്തിന് പറഞ്ഞതാണ്. ഉടനെ അശോക് ഞാൻ നിന്റെ വീട്ടിൽ താമസിച്ചോളാം എന്ന് സമ്മതിക്കുന്നു. അവന്റെ കയ്യിൽ വലിയൊരു ലഗേജ് ഒക്കെ ഉണ്ട്. ശരി വാ എന്ന് പറഞ്ഞ നായകൻ അവനെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ ഭാര്യ രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പുന്നു. എന്തിനാണ് ഇവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന ഭാവത്തിൽ അവൾ ഭർത്താവിനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഞാൻ ഹോട്ടലിൽ നിൽക്കാമെന്ന് വിചാരിച്ചതാണ്, നിന്റെ ഭർത്താവ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അശോക് പറയുന്നു. അവൻ വരില്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ നിർബന്ധിച്ചാണോ കൊണ്ടുവന്നത് എന്ന് ചോദിച്ച് അവൾ ഭർത്താവിനെ വീണ്ടും തുറച്ചു നോക്കുകയാണ്. ഉടനെ ഭർത്താവ് വിഷയം മാറ്റാണ്. അങ്ങനെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചു തീർക്കുന്നു. സുഹൃത്ത് ഞാൻ കിടക്കാൻ പോവാണെന്ന് പറഞ്ഞ റൂമിലേക്ക് പോവാണ്. നമ്മൾ തന്നെ ബുദ്ധിമുട്ടിലാണ്, അതിനിടയിൽ ഇതുകൂടിയോ എന്ന് പറഞ്ഞ് ഭാര്യ ചീത്ത വിളിക്കുകയാണ്. അതുപോലെ ജോലി പോയ കാര്യവും സുഹൃത്ത് പറയുന്നു. ഇത് കാരണം ഭാര്യ ഭർത്താവിനെ കണക്കിന് ശകാരിക്കുന്നുണ്ട്. നീ വിഷമിക്കണ്ട, ഞാൻ വേറെ വല്ല ജോലിയും കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അയാൾ ഭാര്യയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം റൂമിലുള്ള സുഹൃത്തിനെയാണ് കാണിക്കുന്നത്, അതായത് അശോകിനെ. അശോകിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗും പിടിച്ച് അവൻ ബാത്റൂമിലേക്ക് പോകുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയ്ക്ക് ആ മുറിയിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അവൾ ഭർത്താവിനെ വിളിച്ചുണർത്തി എന്താണ് ശബ്ദം എന്ന് പോയി നോക്കാൻ പറയാണ്. രാത്രി അശോക് കിടക്കുന്ന മുറിയുടെ അടുത്തേക്ക് വന്ന് അവൻ അശോക് അശോക് എന്ന് വിളിക്കുന്നുണ്ട്. മറുപടി ഒന്നും കിട്ടുന്നില്ല. വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. അവരകത്ത് കയറി നോക്കുമ്പോൾ ബാത്റൂമിൽ അവൻ താഴെ വീണ് കിടക്കുകയാണ്. എന്താണ് താഴെ വീണ് കിടക്കുന്നതെന്ന് അറിയാൻ അവരടുത്തേക്ക് വന്ന് നോക്കുകയാണ്. വായിൽ നിന്ന് പത വരുന്നുണ്ടായിരുന്നു. അടുത്ത് വന്ന് നോക്കുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷൻ വഴി മയക്കുമരുന്ന് ഉപയോഗിച്ചതാണ്. ഡ്രഗ് ഓവർഡോസ് ആയിട്ടാണ് അവൻ മരിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവർ വേഗം അവനെ വലിച്ചു കൊണ്ടുവന്ന് ഒരു ബസ്സിലേക്ക് ചായച്ചിരുത്തുന്നു. ഇനി എന്ത് ചെയ്യും? നമുക്ക് പോലീസിനെ അറിയിക്കാം. ഡ്രഗ് ഓവർഡോസ് കാരണമല്ലേ മരിച്ചത്, നമുക്കൊന്നും പ്രശ്നം വരില്ലല്ലോ എന്നവർ സംസാരിക്കുന്നു. അപ്പോഴാണ് ഇരുത്തിയിരുന്ന ആ ബോഡി താഴേക്ക് മറിഞ്ഞു വീഴുന്നത്. അവിടെ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വീണതിന്റെ ആഘാതത്തിൽ ശരീരത്തിൽ മുറിവേൽക്കുകയും ചോര തെറിക്കുകയും ചെയ്യുന്നു. എന്താണ് ശബ്ദം എന്ന് നോക്കാൻ വരുമ്പോഴാണ് ചോര തളം കെട്ടിക്കിടക്കുന്നത് അവർ കാണുന്നത്. ഇനി പോലീസിനോട് പറയാൻ ബുദ്ധിമുട്ടാണ്. അവർ രണ്ടുപേരും ശരിക്കും ഭയന്നു പോവാണ്. കാരണം നമ്മൾ എന്തോ ചെയ്തതാണെന്ന് പോലീസ് കരുതും. ഇനി എന്ത് ചെയ്യുമെന്ന ചർച്ചയിലാണ് അവർ. അവൻ കൊണ്ടുവന്ന ബാഗ് യാദൃശ്ചികമായി തുറന്നു നോക്കുമ്പോൾ ബാഗ് നിറയെ പണമാണെന്ന് അവർ കാണുന്നു. ഏകദേശം 10 കോടിയോളം രൂപയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഭാര്യ പണ്ടേ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ വിഷമത്തിലായിരുന്നല്ലോ. ഈ പണം നമുക്കെടുക്കാം, ഈ ബോഡി എങ്ങനെയെങ്കിലും ഒളിപ്പിക്കാം എന്ന് അവൾ പറയുന്നു. ഒരു ബോഡി എങ്ങനെ ഒളിപ്പിക്കാനാണ്? എന്തെങ്കിലും ഒരിക്കൽ നമുക്കത് പ്രശ്നമാവും. അതൊന്നും വേണ്ട, നമുക്ക് പോലീസിനെ അറിയിക്കാം എന്ന് സത്യ പറയുന്നു. എന്നാൽ ഭാര്യ വിടാൻ ഭാവമില്ല. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഈ പണം എനിക്ക് വേണം, ബോഡി നമുക്ക് മാറ്റാം, പണം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അവൾ ഭർത്താവിനെ മനസ്സ് മാറ്റുന്നു. മന്ത്രിക്ക് വേണ്ടി റാണ എന്ന പേരുള്ള ഒരാൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ആ റാണയ്ക്ക് ഒരു കാമുകയുണ്ട്. റാണ ഇപ്പോൾ ദീപക് എന്ന പേരുള്ള ഒരു പോലീസുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദീപക് പോലീസാണെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ സാധനങ്ങൾ വിക്രമിന്റെ കയ്യിൽ പെട്ടുപോയല്ലോ. അതിനോടൊപ്പം വേറൊരു ബാഗിൽ 10 കോടി രൂപയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ 10 കോടി കാണാനില്ല. ആ പണമാണ് അശോക് കൊണ്ടുപോയതെന്ന് നമുക്കറിയാം. പക്ഷെ ഇവർക്കതറിയില്ലല്ലോ. ആ 10 കോടി നീ തന്നെ കണ്ടുപിടിച്ചു തരണം എന്ന് റാണ ദീപകിനോട് പറയാണ്. റാണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപക് റാണയുടെ കാമുകിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. കാമുകിക്ക് സിഗ്നൽ നൽകിയ ഉടനെ അവർ ദീപകിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ദീപക് സന്തോഷവാനായി. എന്നാൽ ആ കാമുകി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അയാളുടെ കയ്യിൽ കുത്തുന്നു. എടാ, കാമുകിയെ തന്നെ നോക്കിയിരിക്കുകയാണോ? മര്യാദയ്ക്ക് ആ പണം ഉടനെ കണ്ടുപിടിച്ച് എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ ദീപകിനെ പറഞ്ഞയക്കുന്നു.
ഇപ്പോൾ റാണ മന്ത്രിയുമായി സംസാരിക്കാൻ തുടങ്ങാണ്. മന്ത്രി ആ 10 കോടി രൂപ എവിടെയെന്ന് ചോദിക്കുകയാണ്. ദീപകിനെ കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ദീപക് പുതിയതായി ഒരുത്തിനെ ഒരു ജോലിക്ക് ഉപയോഗിച്ചിരുന്നു. അവനാണ് പണി തന്നത്. വിഷമിക്കണ്ട, ദീപക് ഉടനെ കണ്ടുപിടിക്കും എന്നൊക്കെ ആള് പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയണ്ട, എന്റെ പണം എനിക്ക് വേണം എന്ന് മന്ത്രിയും ദേഷ്യത്തോടെ പറയുന്നു. ദീപക് നടന്നു പോകുമ്പോൾ വിക്രം പെട്ടെന്ന് അവനെ തടയുന്നു. അതായത് ഈ ദീപക് റാണയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് ഇയാൾക്ക് ഏകദേശം അറിയാം. നീ റാണയ്ക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എന്താണ് സാർ ഇങ്ങനെ പറയുന്നത്? പോലീസ് ആയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ റാണയ്ക്ക് വേണ്ടി ജോലി ചെയ്യും? അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ ദീപക് അവിടെ വിക്രമിനോട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. അശോക് മരിച്ചു കിടന്ന സ്ഥലം മുഴുവൻ രക്തമായിരുന്നല്ലോ. ആ രക്തം വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും ചേർന്ന് വൃത്തിയാക്കുകയാണ്. ഒരു തുണി കൊണ്ടാണ് അത് തുടച്ചു മാറ്റുന്നത്. ആ തുണി ബാൽക്കണിയിൽ വന്ന് പിഴിയുമ്പോൾ ആ ചോര അവിടെ കിടക്കുന്ന ആ പ്രായമായ മനുഷ്യന്റെ മേൽ വീഴാണ്. അദ്ദേഹം തന്റെ ഉറക്കം ശല്യപ്പെടുത്തിയല്ലോ എന്ന് കരുതി ദേഷ്യപ്പെടുകയാണ്. ആ മനുഷ്യനെ സംബന്ധിച്ച് അത് രക്തമാണെന്നൊന്നും അയാൾക്ക് തോന്നുന്നില്ല. ആരോ പാൻ വരാതെ ചവച്ച് തുപ്പിയതാണെന്ന് അയാൾ വിചാരിക്കുകയാണ്. നേരെ ഇവർ താമസിക്കുന്നിടത്തേക്ക് വന്ന് വഴക്കിടാൻ തുടങ്ങുന്നു. അറിയാതെ സംഭവിച്ചതാണ്, സോറി എന്ന് പറഞ്ഞ നായകൻ അയാളെ സമാധാനിപ്പിക്കുന്നു. ഭാഗ്യത്തിന് അത് രക്തമാണെന്ന് അയാൾ കണ്ടുപിടിച്ചല്ലോ എന്നോർത്ത് നായകൻ ആശ്വസിക്കുകയാണ്. ആ അശോകിന്റെ ബാഗിൽ ഉണ്ടായിരുന്ന പണമെല്ലാം അവരൊരു പെട്ടിയിലിട്ട് പൂട്ടി വെക്കുന്നു. അതുപോലെ അശോകിന്റെ ബോഡി അവൻ കൊണ്ടുവന്ന പെട്ടിയിൽ തന്നെ ആക്കാം എന്നവർ തീരുമാനിക്കുന്നു. ഇപ്പോൾ അവർ എല്ലാം ശരിക്കും പാക്ക് ചെയ്തു. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ബോഡി ഡിസ്പോസ് ചെയ്യാൻ പുറത്തു പോകാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. വളരെ വൈകി. ഇപ്പോൾ പോയാൽ ശരിയാവുമെന്ന് കരുതി വാതിൽക്കലേക്ക് വരുമ്പോൾ ആ രമ്യ എന്ന നടി തന്റെ കാമുകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കാമുകനോട് സംസാരിക്കുകയാണല്ലോ എന്നോർത്ത് ഇവർ ഭയന്ന് നിൽക്കുകയാണ്. കാമുകൻ പോകുന്നുണ്ട്. രമ്യ ഇവരെ കാണുന്നു. എങ്ങോട്ടേക്ക് ഇറങ്ങിയത് എന്ന് ചോദിക്കുന്നു. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി രാത്രി തന്നെ ഇറങ്ങിയതാണെന്ന് അവർ കള്ളം പറയുന്നു. എന്റെ വീട്ടിൽ വന്നിട്ട് പോവാം എന്ന് രമ്യ വിളിക്കാണ്. ഇവള് വിടുന്നില്ലല്ലോ എന്ന് ഓർത്ത് നായകൻ നിൽക്കുകയാണ്. എന്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാൻ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് വരാം എന്നയാൾ പറയുന്നു. ഭാര്യ രമ്യയോടൊപ്പം സംസാരിക്കാൻ പോവാണ്. ഇതാണ് ഗ്യാപ്പ് എന്ന് കരുതി അയാൾ ആ സ്യൂട്ട് കേസ് കാറിന്റെ ഡിക്കിയിൽ വെക്കുന്നു. ഇപ്പോൾ ഭാര്യയും രമ്യയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കൂടെ വന്ന കാമുകനെ കുറിച്ചാണ് രമ്യ സംസാരിക്കുന്നത്. രമ്യയെ കണ്ടാൽ വലിയ പണക്കാരിയെ പോലെയുണ്ട്. എന്നിരുന്നാലും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവൾ നായികയോട് സങ്കടം പറയാണ്. നിങ്ങൾ എന്റെ ചേച്ചിയെ പോലെയാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് അവൾ നായികയുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ഉടനെ ഭാര്യ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തു വരാണ്. അയാൾ ഭാര്യയ്ക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ചേർന്ന് കാർ എടുത്ത് യാത്ര തിരിക്കുന്നു. എന്നാൽ കാറ് പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് കേടായി നിൽക്കുകയാണ്. അയ്യോ, നിന്നു പോയല്ലോ എന്ന് ഭയന്നിരിക്കുമ്പോൾ ആ വഴി പോലീസ് വരുന്നു. പോലീസ് പരിശോധിച്ചാൽ നമ്മുടെ കഥ കഴിയും എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ പോലീസ് എന്താ കാരണം, പ്രശ്നമുണ്ടോ, തള്ളിയ സ്റ്റാർട്ട് ആവുമോ എന്ന് ചോദിച്ച് സഹായിക്കാൻ വരുന്നു. അതെ, തള്ളിയ സ്റ്റാർട്ടാകും, ഒന്ന് സഹായിക്കാമോ എന്നിവര് പോലീസിനോട് ചോദിക്കുന്നു. കാറിലെ ഭാരം കുറച്ചാൽ തള്ളാൻ എളുപ്പമായിരിക്കും. ഇതെന്താ ഇത്ര ഭാരമുള്ള പെട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് പോലീസ് ആ പെട്ടി താഴെ ഇറക്കി വെക്കുന്നു. ഡെഡ് ബോഡി വല്ലതുമാണ് ഇതിൽ, നല്ല ഭാരം ഉണ്ടല്ലോ എന്നവർ ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പോലീസ് കരച്ചിരിക്കാൻ തുടങ്ങുന്നു. വെറുതെ ചോദിച്ചതാ എന്ന് പറഞ്ഞു ചിരിക്കുന്നു. പോലീസുകാർ കാറ് തള്ളി സ്റ്റാർട്ടാക്കി കൊടുക്കുന്നുണ്ട്. സഹായിച്ചതിന് കുറച്ച് പൈസ താ എന്ന് പറഞ്ഞ് ഇവർ അവരോട് പണം വാങ്ങിക്കൊണ്ട് പോകുന്നു. ചുരുക്കത്തിൽ പെട്ടിയിൽ എന്താണെന്ന് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർ ആ ബോഡി ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവരാണ്. ഇവിടെ കുഴിച്ചിടാം എന്നവർ തീരുമാനിക്കുന്നു. ഇതാണ് സിനിമയുടെ ആദ്യ സീനിൽ കാണിച്ചത്. ഈ ദീപകാണ് അശോകിനെ ഇതിനായി ഉപയോഗിച്ചത്. പക്ഷെ അശോക് അവനെ പറ്റിച്ചു. ഇപ്പോൾ അശോകിന്റെ നമ്പറിലേക്ക് അവൻ വിളിക്കുകയാണ്. കുഴിച്ചിട്ട് ആ സ്ഥലത്താണ് ഫോൺ ശബ്ദിക്കുന്നത്. അവർ ആ സമയത്ത് ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ ബോഡി ഡിസ്പോസ് ചെയ്ത് സമാധാനമായി വീട്ടിലെത്തി രണ്ടുപേരും കിടന്നുറങ്ങുന്നു. ഇപ്പോൾ റാണ മന്ത്രിയുമായി സംസാരിക്കാൻ വരികയാണ്. റാണ പറയുന്നത് ആ ദീപക് ഡബിൾ ഗെയിം കളിക്കുകയാണെന്നാണ്. ദീപക്കും അശോകും ചേർന്നാണ് ഇതെല്ലാം ചെയ്തത്. ദീപകിനെ എന്തെങ്കിലും ചെയ്യണം എന്ന് അയാൾ പറയുന്നു. ഈ മന്ത്രിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 2 കൊലയാളികളാണ് അത് ചെയ്യുന്നത്. ആ 2 കൊലയാളികളും ഇപ്പോൾ ഒരാളെ കൊല്ലാൻ വന്നിരിക്കുകയാണ്. അയാളുടെ ഭാര്യ രാത്രി പുറത്തേക്ക് പോകുന്നു. അതെല്ലാം ഇവർ പുറത്തു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ പോയി അയാളുടെ കഥ കഴിക്കണമെന്ന് കരുതി വീടിനുള്ളിൽ കയറി അയാളെ ക്രൂരമായി കൊല്ലുന്നു. കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രിയുടെ കോൾ വരുന്നത്. നിങ്ങളെ ഒന്ന് കാണണം, ഉടനെ വാ എന്ന് പറയുന്നു. അവർ രണ്ടുപേരും മന്ത്രിയെ കാണാൻ വരുന്നു. മന്ത്രി പറയുന്നുണ്ട്, ആ ദീപക് എന്തോ ഗെയിം കളിക്കുന്നുണ്ടെന്നാണ് എന്റെ സംശയം. അവനെ ചോദ്യം ചെയ്ത് സത്യം കണ്ടുപിടിക്കാൻ മന്ത്രി അവരെ ഏൽപ്പിക്കുകയാണ്. ദീപക് ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ആ സ്ഥലത്തെത്തുന്നു. ഇവിടെ നിന്നാണ് ഫോൺ അടിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ആ സ്ഥലം കുഴിച്ചു നോക്കുമ്പോൾ അവിടെ ബോഡി ഉള്ളതായി അയാൾ കാണുന്നു. വിക്രമിനോടും ഈ വിവരം പറയുന്നുണ്ട്. ആരായിരിക്കും ഇവിടെ കുഴിച്ചിട്ടത് എന്ന് വിക്രമും ചിന്തിക്കുകയാണ്. മറുവശത്ത് ദീപക് അശോക് എവിടെയൊക്കെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ അവൻ അവസാനം ഒരു ബാറിൽ വന്നിരുന്നുവെന്നും ആരോടോ സംസാരിച്ചുവെന്നും മനസ്സിലാവുന്നു. നമ്മുടെ നായകനുമായി സംസാരിച്ച വിവരമെല്ലാം അറിയുന്നു. കൊലയാളികൾ ദീപക് അറിയാതെ അവനെ പിന്തുടരുന്നു. ദീപക് നായകന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരും അവിടെ എത്തുന്നുണ്ട്. അടുത്താണല്ലോ ആ രമ്യ എന്ന നടി താമസിക്കുന്നത്. 2 പേരിൽ ഒരുത്തൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളെ അറിയാമോ എന്ന് മറ്റവൻ ചോദിക്കുമ്പോൾ അവൾ ആ സീരിയലിലൊക്കെ അഭിനയിക്കുന്നവളാണ്, അവളെ കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യമാണ് എന്നവൻ പറയുന്നു.
ശരി, വന്ന ജോലി നോക്കാന്ന് പറഞ്ഞ് മറ്റവൻ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ദീപക് വീടിനുള്ളിൽ കയറി നായകനെ പിടികൂടാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നായകനും ഭാര്യയും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോയതായിരുന്നു. ഇയാൾ ഉള്ളിൽ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ടുപേരും അവിടെ വന്ന് പോലീസുകാരനെ പിടികൂടുന്നു. അശോകിന്റെ കയ്യിലുണ്ടായിരുന്ന പണം ഇപ്പൊ നിന്റെ കയ്യിലല്ലേ ഉള്ളത്, മര്യാദയ്ക്ക് സത്യം പറ എന്ന് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ആ പോലീസ് പറയുന്നു. എന്നാൽ ഇവർ വിശ്വസിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് നായകനും നായികയും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ദീപക് കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ട് കിടക്കുന്നല്ലോ എന്ന് ഓർത്ത് അവർ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. അവന്മാർ രണ്ടുപേരും ചേർന്നാണ് കൊന്നത്. എന്തിനാണ് ആവശ്യമില്ലാതെ ദീപകിനെ കൊന്നത് എന്ന് റാണിയും മന്ത്രിയും ചോദിക്കുന്നു. വെറുതെ കൊന്നതല്ല, അവൻ ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ നോക്കി, അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ കൊന്നത് എന്ന് അവർ പറയുന്നു. റാണ പറയുന്നുണ്ട്, ദീപക് വെറുതെ ഒന്നും ആ പത്രക്കാരന്റെ വീട്ടിൽ പോവില്ല. അവൻ എന്തോ അറിയാം, അവൻ മന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, അവനെ ഒന്ന് നിരീക്ഷിക്കണം എന്ന് റാണ അവരോട് പറയുന്നു. ഡെഡ് ബോഡി കണ്ട ഉടനെ നായകൻ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് എന്തിനാണ് നെറ്റ് ഉപയോഗിക്കുന്നതെന്ന് ഭാര്യ ചോദിക്കുകയാണ്. കാരണമുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നാണ് അയാൾ നെറ്റിൽ നോക്കിയത്. കഷ്ണങ്ങളാക്കി ഡിസ്പോസ് ചെയ്യുന്നതാണ് എളുപ്പമെന്ന് അതിൽ പറയുന്നുണ്ട്. അതുപോലെ ചെയ്യാന്ന് പറഞ്ഞ് അയാളും ഭാര്യയും ചേർന്ന് ബോഡി കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. അപ്പോൾ നാക്ക് മാത്രം താഴേക്ക് വീഴുന്നു. താഴെയുള്ള പ്രായമായ മനുഷ്യന്റെ അടുത്തേക്കാണ് അത് വീഴുന്നത്. അദ്ദേഹത്തിനും അത് നാക്കാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. നേരെ അദ്ദേഹം ഇവരുടെ അടുത്തേക്ക് വരുന്നു. എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച് ആ സാധനം നൽകുകയാണ്. അപ്പോൾ പോലും നായകന്റെ ശരീരത്തിൽ നിറയെ ചോരപ്പാടുകളുണ്ട്. എന്നാൽ പ്രായമായ മനുഷ്യൻ ഉറക്കച്ചടവിലായതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോകുന്നു. മന്ത്രി ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിലാണ്. അങ്ങനെ ഇരിക്കെ ആ സ്ത്രീയോട് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അയാൾ പറഞ്ഞിരുന്നു. അത് വെച്ച് ആ സ്ത്രീ മന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ആ സ്ത്രീയുടെ കഥ കഴിക്കാൻ മന്ത്രി ആ കൊലയാളിയോട് പറയുന്നു. ആ സ്ത്രീ റീൽസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ രണ്ടുപേരും അവിടെ വരുന്നുണ്ട്. വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി ബോഡി ഡിസ്പോസ് ചെയ്യുന്നു. ഭർത്താവും ഭാര്യയും ചേർന്ന് ബോഡിയെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് കരുതി അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിക്രം അവിടേക്ക് വരുന്നത്. ദീപക് അവസാനമായി ഇവിടെയാണ് വന്നതെന്ന് അറിഞ്ഞാണ് വിക്രം വന്നത്. ഈ ഓഫീസർ അവസാനമായി ഇവിടെ വന്നോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇവരില്ല എന്ന് കള്ളം പറയുന്നില്ല. അതെ സർ, വന്നു. എന്റെ സുഹൃത്ത് അശോകിനെ കുറിച്ച് അന്വേഷിച്ചു, എന്നിട്ട് പോയി എന്ന് അയാൾ പറയുന്നു. പോലീസിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് പോലീസിന് സംശയമുണ്ട്. ഞാനിന്ന് വാക്കിങ്ങിന് പോയില്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ കുറച്ച് നടക്കാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് അയാൾ ശ്രദ്ധിക്കുകയാണ്. ഒന്നും കാണുന്നില്ല. ശരി, ആവശ്യമെങ്കിൽ വീണ്ടും വരാമെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്നും പോവാണ്. ഭാഗ്യത്തിന് പോലീസ് ബോഡി കണ്ടില്ലല്ലോ എന്നോർത്ത് അവർ ആശ്വസിക്കുന്നു. പോലീസ് പോയ ഉടനെ അവരും ബോഡി എടുത്ത് യാത്ര തിരിക്കുകയാണ്. അവർ ബോഡി എവിടെയാണ് വെക്കുന്നതെന്നാൽ ഒരു പാവയ്ക്കുള്ളിലാണ്. നേരത്തെ ബോഡി മുറിച്ചിരുന്നല്ലോ, അത് പാവയ്ക്കുള്ളിലാക്കി. അത് ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി കളയാമെന്ന് പറഞ്ഞ് അവിടെ ഉപേക്ഷിക്കുന്നു. ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഭാര്യ ചോദിക്കുന്നു. തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാവും. ആ പോലീസുകാരൻ പാവയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തു വന്നാലും നേരിടാം എന്നയാൾ പറയുന്നു. ഇപ്പോൾ മന്ത്രിയും റാണയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. തനിക്ക് കൂടുതൽ കമ്മീഷൻ വേണമെന്ന് റാണ ആവശ്യപ്പെടുന്നു. ഇത്രയും നാൾ വിശ്വസ്തനായി നിന്നതല്ലേ എന്ന് ചോദിക്കുന്നു. അവൻ നമ്മളെ പരോക്ഷമായി ഭീഷണിപ്പെടുത്തുകയാണെന്ന് മന്ത്രിക്ക് മനസ്സിലാവുന്നു. അതിലുപരി ആ 10 കോടി രൂപ റാണ തന്നെ എടുത്തതാകാനും സാധ്യതയുണ്ടെന്ന് മന്ത്രി ചിന്തിക്കുന്നു. അവരുപേക്ഷിച്ച പാവയ്ക്കുള്ളിൽ ബോഡിയുള്ള കാര്യം പോലീസിന് മനസ്സിലാവുന്നു. ആരോ വിവരം കൊടുത്താണ് അതറിയുന്നത്. ഈ പാവയെ ആ വീട്ടിൽ വെച്ച് കണ്ടതാണല്ലോ എന്ന് വിക്രം ഓർക്കുന്നുണ്ട്. നേരെ അന്വേഷിക്കാനായി വരുന്നു. ഈ പാവയെ നിങ്ങളുടെ വീട്ടിൽ കണ്ടതാണെന്ന് പറയുന്നു. ഇങ്ങനെയൊരു പാവ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നവർ പറയുന്നു. എന്നാൽ വിശ്വസിക്കാതെ അയാൾ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ നായകൻ ചോദിക്കുന്നുണ്ട്, സർ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ വാ, അല്ലാതെ വെറുതെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇതിനുമേൽ എനിക്ക് യാതൊരു മറുപടിയും തരാൻ കഴിയില്ല എന്ന് ധൈര്യത്തോടെ അയാൾ പറയുന്നു. ഇതിൽ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് കരുതി വിക്രമും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ മന്ത്രി ആ 2 കൊലയാളികളെയും വിളിച്ച് സംസാരിക്കുകയാണ്. ആ പത്രക്കാരൻ എനിക്കെതിരെ വാർത്തകൾ ശേഖരിച്ചിട്ടുണ്ട്. അവന്റെ കയ്യിൽ പണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം അശോക് അവസാനമായി അവിടെയാണ് പോയത്. അവന്റെ വീട്ടിൽ പണമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുന്നു. അതോടൊപ്പം റാണയുടെ കഥ കഴിക്കാനും ആവശ്യപ്പെടുന്നു. റാണയുടെ കഥ കഴിക്കാനോ എന്ന് അവർ അത്ഭുതപ്പെടുന്നു. അതെ, അവൻ കൈവിട്ടു പോവാണ്, അവനെ കൊല്ലണം എന്ന് പറയുന്നു. അവരാദ്യം നായകനെ കാണാൻ വരുന്നു. ഇവർ വീടിനടുത്തേക്ക് വരുമ്പോൾ ഭർത്താവും ഭാര്യയും സംസാരിക്കുന്നത് കാണിക്കുന്നു. അവരധികം സംസാരിക്കാറില്ലായിരുന്നല്ലോ. എന്നാൽ ഈ 2-3 ദിവസങ്ങളിലായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് അവർ ധാരാളം സംസാരിക്കുന്നുണ്ട്. ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് എപ്പോഴും ദേഷ്യപ്പെടാൻ കാരണം എന്റെ ജോലിയിലെ കടുത്ത സമ്മർദ്ദമാണ്. അതുകൊണ്ടാണ് നിന്നോട് സംസാരിക്കാൻ കഴിയാതിരുന്നത്. ദേഷ്യപ്പെട്ടതിന് എന്നോട് ക്ഷമിക്ക് എന്ന് സ്നേഹത്തോടെ പറയാണ്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ആ 2 പേരുമാണ് വന്നിരിക്കുന്നത്. അവർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. സത്യം പറയാൻ ആവശ്യപ്പെടുകയാണ്. അശോക് വന്നത് സത്യമാണ്, അവൻ അങ്ങനെയാണ് മരിച്ചത് എന്ന എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുന്നു. ആ പണം തരാൻ അവർ ആവശ്യപ്പെടുകയാണ്. വേറെ വഴിയില്ലാതെ ആ പെട്ടിയിലാണ് പണമുള്ളതെന്ന് അയാൾ പറയുന്നു. ആ പെട്ടി നിങ്ങൾ എടുത്തുകൊള്ളാൻ പറയുന്നു. നിങ്ങളും കൂടെ വാ എന്ന് പറഞ്ഞ് അവർ 2 പേരെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങാണ്. അവർ ഭയത്തോടെ അവരുടെ കൂടെ പോകുന്നു. കാറിൽ കയറി പോവാൻ നോക്കുമ്പോൾ അടുത്തായി ആ രമ്യ സെൽഫി എടുത്ത് നിൽക്കുകയാണ്. ഇത് കണ്ടവരത്തിന് കടുത്ത ദേഷ്യം വരാണ്. കാരണം സീരിയലിൽ അവൾ ചെയ്യുന്ന വേഷം അവൻ ഒട്ടും ഇഷ്ടമല്ല. ദേഷ്യം വന്നവൻ ഇവളുടെ കഥയും കഴിക്കാമെന്ന് കരുതി അവളെ വെടിവെക്കുകയാണ്. എന്തിനാണ് വെടിവെച്ചതെന്ന് പോലും അറിയാതെ രമ്യ അവിടെ വെച്ച് മരിക്കുന്നു. ഈ കൊലയാളികൾ നായകനെയും നായികയും ഒരു സ്ഥലത്ത് പൂട്ടിയിടുന്നു.
ആ പെട്ടിയും അവിടെയുണ്ട്. മന്ത്രിക്ക് വിവരം നൽകിയ ഉടനെ മന്ത്രി അവിടെ എത്തുന്നുണ്ട്. നീയല്ലേ എനിക്കെതിരെ വിവരങ്ങൾ ശേഖരിച്ചതെന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് നായകനും പറയുന്നു. പിടിക്കപ്പെട്ടിട്ടും മന്ത്രിയോട് അവൻ തന്റെ അടുത്തോടെയാണ് സംസാരിക്കുന്നത്. എന്താ നോക്കി നിൽക്കുന്നത്, ഇവന്റെ കഥ കഴിക്കുക എന്ന് മന്ത്രി കൊലയാളിയോട് പറയാണ്. അപ്പോഴാണ് അവിടേക്ക് റാണയും കാമുകയും വരുന്നത്. ക്ലൈമാക്സിൽ ഞാനില്ലാതെ എങ്ങനെയാണ് എന്ന് ചോദിച്ച റാണ ചിരിച്ചുകൊണ്ട് വരികയാണ്. എന്നെ കൊല്ലാൻ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുന്നു. നമ്മൾ കൊല്ലാൻ പ്ലാൻ ചെയ്ത കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞു എന്ന് മന്ത്രി ചിന്തിക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയ അവസരം എന്ന് കരുതി ഭർത്താവും ഭാര്യയും കെട്ടഴിക്കാൻ ശ്രമിക്കുന്നു. മന്ത്രി അവരോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നോക്കി നിൽക്കുന്നത്, ഇവന്റെ കഥ കഴിക്കുക എന്ന് പറഞ്ഞ് റാണയെ വെടിവെക്കാൻ പറയുന്നു. റാണയും ചിരിക്കുകയാണ്. അപ്പോഴാണ് രണ്ടുപേരിൽ ഒരുത്തൻ റാണയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നത്. മറ്റവൻ മന്ത്രിക്ക് നേരെയും ചൂണ്ടുന്നു. കാരണം അവനൊരുത്തൻ റാണയോട് വിശ്വസ്തനായിരുന്നു. റാണയും ഇത് കണ്ട് ചിരിക്കുകയാണ്. ഒരുത്തൻ മന്ത്രിയെയും മറ്റവൻ റാണയെയും ലക്ഷ്യം വെക്കുന്നു. അപ്പോഴാണ് വിക്രം അവിടേക്ക് വരുന്നത്. ഭർത്താവും ഭാര്യയും എങ്ങനെയെങ്കിലും കെട്ടടിക്കാൻ ശ്രമിക്കുകയാണ്. വിക്രമിനെ സംബന്ധിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. എന്നാൽ റാണ രക്ഷപ്പെടാനായി ഭയന്ന് വേഗത്തിൽ വെടിവെക്കുന്നു. ഇപ്പോൾ എല്ലാവരും പരസ്പരം വെടിവെക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും തോക്കുകളുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷൂട്ട് ചെയ്യുന്നു. എല്ലാവർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. ആ രണ്ടുപേരിൽ ഒരുത്തിന് മാത്രം ഒരു പരിക്കുമേൽക്കാതെ രക്ഷപ്പെടുന്നു. അതുപോലെ നായകനും നായികയ്ക്കും യാതൊരു പരിക്കും ഏൽക്കുന്നില്ല. ഇപ്പോൾ ബാക്കിയുള്ളത് ഇവർ 3 പേരുമാണ്. എങ്കിലും ആ കൊലയാളിക്ക് കടുത്ത ദേഷ്യമുണ്ട്. എല്ലാവരും മരിക്കാൻ കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്, നിങ്ങളുടെ കഥ കഴിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. അപ്പോഴാണ് അവനെ ആരോ വെടിവെക്കുന്നത്. മരിക്കാറായ നിലയിലുള്ള വിക്രം കിടന്നുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അവനും മരിക്കുന്നു. ആ സമയം ഇവർ കെട്ടഴിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രീ ആയി, നമ്മൾ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുന്നു. ഇവിടുന്ന് പോകുന്നവൻ ആ പെട്ടി കൊണ്ടുപോയിരുന്നല്ലോ, പക്ഷെ ആ പെട്ടി പോലും അവരവിടെ ഉപേക്ഷിച്ചു പോവാണ്. ഇതെല്ലാം നമ്മുടെ നായകൻ ഒരാളോട് കഥ പറയുന്നത് പോലെയാണ് വിവരിക്കുന്നത്. പത്രപ്രവർത്തകനായി ജോലി ചെയ്യുമ്പോൾ തന്നെ കഥ എഴുതണമെന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കഥ അയാൾ പറയുന്നത്. ഇതിലൊട്ടും ലോജിക്കില്ലല്ലോ, എൻഡിങ് വേറൊരു രീതിയിലായാലും നന്നായിരിക്കും എന്ന് അയാൾ പറയുന്നു. അതിന് നായകൻ പറയുന്നുണ്ട്, സാർ, ഇത് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയത്. യഥാർത്ഥ സംഭവത്തിൽ ഇവർ രണ്ടുപേരും മാത്രമല്ല, മറ്റെല്ലാവരും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെയാണ് വാർത്ത വന്നത്. ഓഹോ, കഥ കൊള്ളാം, നമുക്കിത് പബ്ലിഷ് ചെയ്യാം എന്ന് ആ പബ്ലിഷർ പറയുന്നുണ്ട്. നായകൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. രണ്ടുപേർക്കും പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് അവരെപ്പോഴും വഴക്കിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയല്ലോ. ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അതെടുത്തു വെച്ചോ എന്ന് ഭർത്താവ് ചോദിക്കുന്നു. അതെങ്ങനെ എടുക്കാതിരിക്കും, അതെല്ലാം എടുത്തു വെച്ചെന്ന് ഭാര്യ പറയുന്നു. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല. ഇപ്പോൾ ആ സ്ഥലത്ത് നടന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് പരസ്പരം ഷൂട്ട് ചെയ്ത സ്ഥലത്ത് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നു. അവിടെ വന്ന പോലീസ് ആ പെട്ടി തുറന്നു നോക്കുന്നു. പെട്ടി തുറന്നപ്പോൾ അതിൽ പണത്തിന് പകരം തുണികളായിരുന്നു. അന്ന് അവരിവരെ കൊണ്ടുപോകാൻ വരുമ്പോൾ അവർ പണപ്പെട്ടി എടുത്തുകൊണ്ട് വരുന്നില്ല, പകരം തുണികളുള്ള മറ്റൊരു പെട്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പണപ്പെട്ടി ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്തു വെച്ചോ എന്ന് ഭർത്താവ് ചോദിച്ചത് ആ പണപ്പെട്ടിയെ കുറിച്ചിട്ടായിരുന്നു. അവർ പുതുതായി പോകുന്ന വീട്ടിലേക്ക് ആ പണപ്പെട്ടിയും കൊണ്ടുപോകുന്നതെന്ന് കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.